കൃഷ്ണകുമാറിന്റെ OBYOCയിലെ സാമ്പത്തിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു എന്നതാണ്. ഒരു വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണ്ണങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്നത്. ലക്ഷക്കണക്കിന് രൂപ ജീവനക്കാർ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വയ്ക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ ഞാൻ അറിഞ്ഞത്. ദിയയും കുടുംബവും നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വസ്തുതകളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിനും കിട്ടിയിരിക്കുന്നത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്നത് പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആദ്യത്തെ നുണ 1000 കള്ളങ്ങളിലേക്കും കളവുകളിലേക്കുമുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. മനസ്സിൽ മറ്റു വല്ലതൊക്കെ വെച്ചോണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ? ഇതൊക്കെ ചീത്താട്ടോ. 66 ലക്ഷം രൂപ ഈ 3 പേരുടെയും അക്കൗണ്ടുകളിൽ നിന്നും ട്രാൻസാക്ഷൻ നടന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത്. ഈശ്വരൻ ഇപ്പോ അവരോടൊപ്പം ഉണ്ട്. അതായത് ഒരാളുടെ അക്കൗണ്ടിലല്ല, 3 പേരുടെയും 3 ജീവനക്കാരികളുടെയും അക്കൗണ്ടുകളിലായിട്ടാണ് ഈ 66 ലക്ഷം രൂപ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഇവർ ഒളിവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് 63 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത്. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. 2024 ജനുവരി മുതൽ ഈ വർഷം മെയ് വരെയുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് പരിശോധിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? ടിവിയിൽ വരുക. കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്ന ജീവനക്കാരുടെ വാദം പൊളിക്കുന്ന CCTV ദൃശ്യങ്ങളും പണം എടുത്തതായി സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർ മുങ്ങിയതായാണ് സംശയം. ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. പബ്ലിക്കായി തന്നെ പോകും. പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് അങ്ങ് മുങ്ങും. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് വിയർപ്പും രക്തവും കണ്ണീരും കലർന്ന അവരുടെ സമ്പാദ്യം അല്പനേരത്തെ സൂത്രപ്പണി കൊണ്ട് നിങ്ങൾ കവർന്നെടുക്കുന്നു. മൃഗീയമല്ലേ അത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം.